ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചത്തക്കാളി ഇതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് ഒരു പൊതിച്ചോറൊക്കെ കിട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഒരുപാടൊന്നും ഇല്ലാട്ടോ, 4 തക്കാളിയാണുള്ളത്. നമുക്ക് ചെറിയൊരു കറി വയ്ക്കാനായിട്ട് അത് മതിയാകും. ഇനിയിപ്പോൾ ഒത്തിരി ഉണ്ടായില്ലെങ്കിലും നമ്മൾ തന്നെ നട്ട് അത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ്. അപ്പോൾ നമുക്കതൊക്കെ പറിച്ചെടുത്തിട്ട് ഒരു കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വളരെ ഇഷ്ടമല്ലേ. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ പച്ചത്തേങ്ങ അരച്ചിട്ട് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ തക്കാളിയുടെ കൂട്ടത്തിൽ ഒരു 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് ഇതിനായിട്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഒരല്പം ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേകാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചെറുകിയെടുത്തിട്ട് പച്ചത്തേങ്ങയാണ് അരയ്ക്കണം, വറുത്തരച്ചല്ല വയ്ക്കുന്നത്. ചിലപ്പോൾ വറുത്തരച്ചൊക്കെ വെക്കാറുണ്ടല്ലേ. അപ്പോൾ തക്കാളിയുടെ കൂടെ വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ വറുത്തരച്ച് വെക്കുന്ന കറി അത് കൂട്ടിയിട്ടില്ലേ, നല്ല ടേസ്റ്റ് അല്ലേ അത്. ഇതിപ്പോൾ നമുക്ക് നല്ല പുളിയുള്ള സൈസ് തക്കാളിയാണേ, അല്ല നമ്മൾ ഈ ബോണ്ട തക്കാളി എന്ന് പറയല്ലേ, അതായത് നമ്മൾ ഈ മുട്ടയുടെ ആകൃതിയിലൊക്കെ ഉള്ള ആ ടൈപ്പ് അല്ല കേട്ടോ. ഇത് നല്ല പുളിയുണ്ട് ഈ തക്കാളിക്ക്. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാകും. മറ്റേ തക്കാളി പുളി ഇഷ്ടമല്ലാത്തവർക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ചാറുകറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ പുളിയുള്ള തക്കാളിയാണ് കേട്ടോ ഇഷ്ടം. തേങ്ങ അരച്ചെടുക്കാനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തേങ്ങയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് പോവുകയാണേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മിക്സിയിൽ അരയ്ക്കണേ കഴിഞ്ഞും ഒക്കെ നമുക്ക് അമ്മിക്കല്ലിലൊക്കെ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ചെറിയൊരു മടിയുണ്ട് കേട്ടോ, കല്ലിലൊക്കെ അരയ്ക്കണ ഇച്ചിരി പാടല്ലേ, അതുകൊണ്ടാണ് മിക്സിയിൽ അരയ്ക്കണം. നമ്മൾ ചട്ടിയിലൊക്കെ കറി വയ്ക്കുമ്പോൾ അമ്മിക്കല്ലിലും കൂടെ അരച്ചിട്ട് ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ അത് പഴയ കാലത്തൊക്കെ നമ്മളിങ്ങനെ മടിയൊന്നും വിചാരിക്കാറില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ പണിയൊക്കെ എളുപ്പമായി, എല്ലാം മിക്സിയായി, അങ്ങനെ ഓരോ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതേ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒത്തിരി തിളച്ച് പോകാതെ നമുക്ക് വാങ്ങണം. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകത്തിനാട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു കറിക്ക്. അതായത് പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുളിയാട്ടോ. അപ്പോൾ അത് ഇനി കടുകും കൂടെ വറുത്തിട്ട് കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് കറിക്കകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാല്ലേ. അപ്പോൾ കൂട്ടാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കറിയൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മളൊരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സ്ഥലമൊന്നും ഇല്ലെങ്കിലും നമ്മൾ 2 പ്ലാവ് ആ സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം കിട്ടിയ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. വിയറ്റ്നാം എർലി എന്ന് പറയുന്ന പ്ലാവാണ്. അത് നമുക്ക് 6 മാസം കൂടുമ്പോൾ ചക്ക ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിയറ്റ്നാം എർലിയുടെ ചക്കപ്പഴം തിന്നാനായിട്ട് നല്ലതാണ്, പക്ഷേ വേവിക്കാനായിട്ട് അത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ചക്കപ്പഴം കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ചില സമയത്ത് ചക്കയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വിയറ്റ്നാം എർലിയുടെ ചക്കപ്പഴം കിട്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ മണം അടിച്ചിട്ട് തന്നെ എനിക്കതൊന്ന് വായി വെക്കാനായിട്ട് തോന്നി. ഇലിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഇടയ്ക്ക് വായി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരമായിരുന്നേ. കുറച്ചുകൂടെ പഴുത്താലും കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ പകുതിയോളം ചക്ക വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കഴിച്ച് നോക്കി, മണം അടിച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റണില്ല. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്ളോഗുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.